സഹോദര, സമൂഹത്തില് എല്ലാത്തരം ചൂഷണങ്ങളും അവസാനിച്ചിട്ട് മനുഷ്യവർഗം ആ സമത്വവും സാഹോദര്യവും സ്നേഹവും സന്തോഷവും സ്വാതന്ത്ര്യവും എല്ലാം അനുഭവിക്കണം. അവിടെയാണ് ദൈവരാജ്യം എന്റെ പൂർണ്ണതയിലെത്തുന്നത്. അപ്പൊ ആ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ അനീതിക്കെതിരെ പ്രതികരിച്ചാൽ മതിയാവൂ. അപ്പൊ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഓരോ സാമൂഹിക പ്രവർത്തകനും, ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും, ഓരോ ജുഡീഷ്യൽ വർക്കറും, ഓരോ വ്യക്തികളും അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാമാണ്. ഈ പറയുന്ന ദൈവരാജ്യത്തിന്റെ അകത്ത് ഈ പറയുന്ന ആൾക്കാർ പ്രവർത്തിക്കാതെ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും വരത്തില്ല. ആസ് ഇൻ ലൈക്ക് ഈ ദൈവരാജ്യം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫുൾ വർക്കും ഈ പറയുന്ന ആൾക്കാർ എടുത്തേ പറ്റത്തുള്ളൂ. ആര് ഇപ്പൊ സന്തോഷവും സമാധാനവും ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് സഹോദര എല്ലാ ഘടകങ്ങളും ചേർന്ന് ഇപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ സിനിമയ്ക്കകത്ത് പല സിനിമയ്ക്കകത്ത് നല്ല സന്ദേശങ്ങളുള്ള സിനിമ, അനീതിക്കെതിരെയുള്ള സന്ദേശങ്ങൾ അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ക്രമേണ ഓരോ ഒരു മൈക്രോ ഇഞ്ച് ഒക്കെ വെച്ചായിരിക്കും ഓരോരുത്തരെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ടുഗദർ മാനവികതയിലേക്ക് മനുഷ്യർ കുലം നീങ്ങുകയാണ്. പക്ഷെ അത് ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പൊ ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ ഭാഗം, അല്ലാതെ ഈ പ്രാർത്ഥിക്കുന്ന മാത്രമല്ല. വേദോസം വായിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവരാജ്യത്തിന്റെ ലെസ് ഇമ്പോർട്ടന്റ് ഘടകമായി മാറിക്കഴിഞ്ഞു. മനസ്സിലായോ? പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്നല്ല പറഞ്ഞത്. അതായത് പല ഘടകങ്ങളുണ്ട്. ഇപ്പം ഒരു സയന്റിസ്റ്റ് അവൻ വാക്സിൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നതിനിടെ അവനിരുന്ന് അന്യഭാഷ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? വേറൊരു സയന്റിസ്റ്റ് ആകാശത്തോട്ട് മറ്റേ അതിന്റെ പേരിനകത്ത് ടെലസ്കോപ്പോ അത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നവൻ അത് മാറ്റി വെച്ച് വേദോസം നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ബയോളജിയിൽ ഗവേഷണം നടത്തുന്ന ഒരാള് അത് വിട്ടിട്ട് സിയോൻ ഗീതാവലി വെച്ച് ഡ്രം അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനകത്ത് ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിലെ ലോക്സഭ, നിയമസഭ ഇതൊക്കെ കർത്താവിന്റെ സഭയാണ്. അതിലൂടെയൊക്കെയാണ് ഇത് പണിയുന്നത്. അല്ലാതെ അവിടെ ഇരുന്നിട്ട് ഉള്ളാട മഹാസഭ, പുലിയാർ മഹാസഭ, ഇന്ത്യൻ പെന്തക്കോസ്ത് സഭ ഇവരൊക്കെ ഇരുന്ന് എന്തോ പണിയുന്നേ. അപ്പൊ ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. മനസ്സിലായോ? മനുഷ്യകുലം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇതായിട്ടാണ് ദൈവം കാണുന്നത്. ആ മനുഷ്യകുലമാണ് ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരേണ്ടത്. അതിനാണ് സഭയെ ഏൽപ്പിച്ചത്. സഭ വളരെ ഗണനീയമായ വിധത്തിൽ അതിൽ മുന്നോട്ട് പോയി അത് നിർവഹിച്ചു. ഇപ്പോ ഈ സഭാ ബോഡി ഒരു ഡിക്ലിനേഷനിലാണ് നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി മുന്നോട്ട് തന്നെയാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അതൊരു ബൈബിൾ സ്കൂളായിരുന്നു. ജോൺ ഹാർവാർഡ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ പുള്ളിയുടെ വീട്ടിലിരുന്ന കുറെ പുസ്തകം എടുത്ത് വെച്ച് തുടങ്ങിയ ഒരു ബൈബിൾ സ്കൂളാണ്. അതുപോലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അതൊരു സെമിനാരി ആയിട്ട് തുടങ്ങിയതാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആ സെമിനാരി ലോകം ഒക്കെ ബൈബിൾ വേഴ്സസ് ആണ് ഇതിന്റെ ഒക്കെ. ഈ പറയുന്ന ദൈവരാജ്യം അപ്പൊ ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ആണ് പിന്നെ എത്ര നാൾ എടുക്കുമായിരിക്കും? ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ മനുഷ്യൻ മരണത്തെ പരാജയപ്പെടുത്തും. അവിടെയാണ് ദൈവരാജ്യത്തിന്റെ പൂർണ്ണത. ശാസ്ത്ര വികസനത്തിലൂടെ മനുഷ്യൻ മരണത്തെ പരാജയപ്പെടുത്തും. അതാണ് ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോവും, അന്ന് ജയം വരുമെന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് ഇവിടെ വലിയ പ്രസക്തി ഇല്ല, ശാസ്ത്രത്തിനാണ് പ്രസക്തി ഉള്ളത്. സഹോദര, ദൈവമാണ് ഈ ശാസ്ത്രത്തിനും ഇതിനൊക്കെ മനുഷ്യന് ജ്ഞാനവും ശക്തിയും കൊടുക്കുന്നത്. മനുഷ്യൻ തന്നെ ദൈവത്തിന് വേണം ഒറ്റ സെക്കൻഡിലൂടെ മരണം മാറ്റി മനുഷ്യനെ മരണമില്ലാത്തതായിട്ട് നിർത്താം. അതിനകത്ത് അർത്ഥമില്ല. മനുഷ്യൻ തന്നെ അത് ആർജിക്കണം. എങ്കിലേ മനുഷ്യൻ ദൈവതുല്യമാകത്തുള്ളൂ. അവനോട് തുല്യം നാം ആകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പ്രിയ സുതരാക്കാൻ. ഇതാണ് ഞങ്ങൾ വിശുദ്ധ കുർബാന പാടുന്നത്. നമ്മൾ ഈ മനുഷ്യന് ജ്ഞാനം കൊടുത്തിട്ടുള്ളത് ദൈവമാണ്. ദൈവിക ജ്ഞാനത്താലാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനുഷ്യർക്ക് മുന്നോട്ട് പോയി ഈ ജനിതക രഹസ്യങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ ഇതിലേക്കെല്ലാം മനുഷ്യവർഗം എത്തി നോക്കി കഴിഞ്ഞു. പക്ഷെ അതിന്റെ വാദക്കലേ ആയിട്ടുള്ളൂ. അവര് കിട്ടിയിരിക്കുന്ന ജ്ഞാനം അവര് പറയുന്ന ദൈവം ഇല്ല എന്നുള്ളതല്ലേ? ഇല്ല, ദൈവം ഇല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞു? ശാസ്ത്രലോകം എത്രയോ ശാസ്ത്രജ്ഞന്മാരെ
സയന്റിസ്റ്റ് അങ്ങനെ പറയുന്നു, എവിടെ? ദൈവം ഇല്ലാന്ന്. ഞാൻ കേട്ടിട്ടില്ല. കാണാറില്ല. എന്നെ കാണാറില്ല. ശാസ്ത്രജ്ഞന്മാര് പറയുന്ന ടോക്സും കാര്യങ്ങളൊന്നും കാണാറില്ല. ഞാൻ കാണാറില്ല. ഏത് ശാസ്ത്രജ്ഞനാ പറഞ്ഞു ദൈവം ഇല്ലെന്ന്? ഓക്കെ, ഒരു ശാസ്ത്രജ്ഞന്റെ പേര് പറഞ്ഞേ ദൈവം ഇല്ലെന്ന് പറഞ്ഞേ.